മോദിജി കളക്ട് ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ കളക്ട് ചെയ്ത്, അങ്ങനെ ലോകത്തുള്ള പല ആൾക്കാരും വന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണത്തിനന്ന് സമർപ്പിക്കുന്ന ഒരു സാധനമാണ് ഓണവില്ല്. വേൾഡിലെ ഏറ്റവും വലിയ നോട്ടാണത്. ചെറിയ നോട്ട് ലാലേട്ടൻ ഞാൻ കൊടുത്തായിരുന്നത്. ബ്ലാക്ക് റൈസ് ആണ്. അതുപോലെ ലാലേട്ടന് സ്ഥിരമായിട്ട് ഞാൻ രക്തശാലി അരി കൊടുക്കുന്നുണ്ട്. അരികളുടെ രാജാവാണ് എന്ന് പറഞ്ഞാൽ രാജകുടുംബം അല്ലാതെ വേറെ ആർക്കും കഴിക്കാൻ പാടില്ലെന്ന് പറയും. എനിക്ക് തമ്പ് കിട്ടിട്ടോ അതെ, മോഹൻലാലിന് അരി കൊടുക്കുന്നു. ഒരു നോട്ടടിച്ച അച്ഛ കമ്മട്ടോ എന്നൊക്കെ പറയത്തില്ലയോ, ആ സാധനം. ഈ ഐറ്റമേ ബാഹുബലിയില് നമ്മള് കണ്ടിട്ടുണ്ട്. 250 മേളിൽ തന്നെ ഉണ്ട്, കത്തിയും വാളും മാത്രം. എല്ലാം ഓരോ പ്രത്യേകതയുണ്ട്. അതെ തന്നെ. അല്ല, ഗുണ്ടായുസത്തിന് വേണ്ടിയല്ല കേട്ടോ, ആരും ചോദിച്ചാൽ തരത്തില്ല. സൂര്യഗ്രഹണം കാണാനായിട്ട് ഒരു നോട്ട് ഇറക്കിയായിരുന്നു റൊമാനിയ എന്ന് പറഞ്ഞൊരു രാജ്യം. അപ്പൊ നമ്മൾ ആ സമയത്ത് ഇവിടെ ചാണാൻ വെള്ളം കലക്കി വെച്ചു. ഇതൊരു വിളക്ക് തന്നെ, ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ തിരിയിട്ട് കത്തിക്കാൻ പറ്റും. കല്ലടിയാരൻ, അടുക്കൻ, ചെന്നൽത്തൊണ്ടി, മരത്തൊണ്ടി, പാൽത്തൊണ്ടി, ജീരകശാല, ഗന്ധകശാല, തവളക്കണ്ണൻ, ഇതൊക്കെ നമ്മുടെ നാടൻ നെൽവിത്തിന്റെ പേരാ. ഇതെനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാല സ്ഥലത്തുള്ള മ്യൂസിയങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടൊരു വളരെ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. ഞാനിപ്പോ കൈയും കാലും കാണിച്ചതിനൊക്കെ മോഹവില പറഞ്ഞിട്ടുണ്ട്. അത് പറയണ്ട. എസ്കത്തി ഞാൻ ആദ്യ സമയത്ത് വീഡിയോ ഇട്ടപ്പോഴേ പോൾ വധക്കേസ് ആയിട്ട് ബന്ധപ്പെട്ട് എസ്കത്തി ഭയങ്കര ടോപ്പ് സാധനമായിരുന്നു. 10 ലക്ഷം രൂപയുടെ ഒരു നാണയമാണ്. ഗ്രന്ഥങ്ങൾ ഒരു 125ഓളം കെട്ട് ഗ്രന്ഥം നമ്മുടെ ഉണ്ട് പഴയതായിട്ട് ബന്ധപ്പെട്ട്. പണ്ട് കാലത്ത് നമ്മൾ പറയും സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം 10 പുത്തൻ ഉണ്ടാക്കണമെന്ന്. ഇതാണ് പുത്തൻ. ശിലാസന്തോഷിന് ഇതുകൊണ്ട് എന്താണ് ലാഭം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഉണ്ട്. അവരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ഇന്നൊരു മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാട്ടോ. എന്ത് മ്യൂസിയം എന്നല്ലേ? ശിലാ മ്യൂസിയം. ഈ ശിലാ മ്യൂസിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പേരാണ്. സന്തോഷേട്ടൻ എന്ന് പറയും. ശിലാ സന്തോഷ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് സന്തോഷേട്ടൻ്റെ ശിലാ മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. ഭയം സന്തോഷേട്ടാ. നമസ്കാരം. 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 ഇതാണ് സന്തോഷേട്ടാ. നമസ്കാരം. ഞാനും നമസ്കാരം. ഞങ്ങൾ ഇവിടെ ഒന്ന് കണ്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് വന്നതാ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, എന്തായാലും കാണാത്ത കുറെ പുതിയ സാധനങ്ങളുണ്ട്. കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വർഷം 1.5 വർഷം കൊണ്ട് ശരിക്കും കൂടുതലായിട്ട് മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതെ തന്നെ. അപ്പൊ സന്തോഷേട്ടാ, വെൽക്കം ടു മൂവി വേൾഡ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാല്ലേ? തീർച്ചയായിട്ടും. ഫസ്റ്റ് അങ്ങോട്ടോ വേണ്ട, അങ്ങോട്ടോ ഇങ്ങോട്ടോ? ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ടൊന്ന് പോയാലോ? ഓ ആയിക്കോട്ടെ. ഒരുപാട് എന്താ പറയാ പുരസ്കാരങ്ങളും അവാർഡ്സ് ഒക്കെ കിട്ടി ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ മെയിൻ ആയിട്ടേ നമ്മളിപ്പോ ഈ ക്യാമറ ഇപ്പം എടുത്തോണ്ടിരിക്കുമല്ലോ. അപ്പൊ ഈ ആദ്യ കാലത്തെ ക്യാമറ ഇപ്പൊ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന, പെട്ടെന്ന് ആരോടും നമ്മൾ ചോദിച്ചു നോക്കിയോ ക്യാമറ കണ്ടുപിടിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 വർഷം സ്റ്റുഡിയോ നടത്തിയ ഒരാളോട് ചോദിച്ചാലും പെട്ടെന്ന് പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ അവരതിനെ കുറിച്ച് പഠിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ശിലാമ്യൂസിൽ എത്തിയാൽ ഇത് പഠിക്കാൻ പറ്റും. ഇത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 280ഓളം ക്യാമറകൾ നമ്മുടെ കയ്യിലുണ്ട്, പഴയത്. അപ്പൊ ഏകദേശം 1826 ക്യാമറ കണ്ടെത്തിയത്. ജോസഫ് നിസോഫർ എന്ന് പറഞ്ഞ ആളാണ് ക്യാമറ കണ്ടെത്തിയത് ആദ്യത്തെ. ഇത് 1912 ഈ ക്യാമറ ഇറങ്ങിയത്. അതിനു മുമ്പുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ തടിയിലായിരുന്നു. തടിയിലുള്ള ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലെൻസിനൊക്കെ പെട്ടെന്ന് ഫംഗസ് വരും, അതുപോലെ ചെതല് പിടിച്ചു പോകും. അങ്ങനെയാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചത് ഇത് പൂർണ്ണമായിട്ട് ഒരു ലോക നിർമ്മിത ക്യാമറ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയ ക്യാമറ ഇത് പഴയ കാലത്ത്. അപ്പൊ ഇത് കാണാനായിട്ട് നമ്മുടെ ലാലേട്ടന്റെ ആദ്യ സിനിമ എടുത്ത നമ്പ്യാതിരി സാറൊക്കെ വന്നു. കുറെ പേര് ക്യാമറ കാണാൻ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള 280 പഴയ ടൈപ്പ് ക്യാമറ ഈ അടുത്ത സമയത്തുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറയൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. ഇതെന്താ ചേട്ടാ ഇതായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ നമുക്ക് അതിനെ കൃത്യമായിട്ടേ നമുക്ക് ഓരോന്നിനെയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇതൊന്ന് കറക്കി നോക്കിയേ. ഇങ്ങനെയല്ലേ ചേട്ടാ? തിരിച്ചിറക്കി തള്ളിതല്ലോ. അങ്ങനെ ഇതൊക്കെ കറക്കി. അതെന്നറിയോ, ഇത് ആ സ്റ്റക്കാവുന്നതിന്റെ ഇതുകൊണ്ടാണ്. ഇതൊക്കെ ഇങ്ങനെ കറക്കി എടുത്താൽ കറക്റ്റായിട്ട് ഈ ഫിലിം കറങ്ങും. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങനെ നീക്കാൻ പറ്റും. അതുപോലെ ഇവിടത്തെ നമുക്ക് എന്താ ലെൻസിനെ മുന്നോട്ട് നീക്കാനും പുറമോട്ട് നീക്കാനും കുറെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ പലതിന്റെയും വീണ്ടും പുതിയതായിട്ട് വന്ന ലെൻസുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നൊരു സംഭവമാണല്ലോ ഇപ്പം നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള ഏറ്റവും പുതിയ ക്യാമറ ആയത്. അപ്പം പുതിയ തലമുറയ്ക്ക് കാണാനും പഠിക്കാനും വേണ്ടി നമ്മൾ ഇത് കറക്റ്റ് ആക്കി കണ്ടിരിക്കണമെന്നേ പറയാൻ പറ്റും. ഇനി പുതിയ കാര്യങ്ങൾ വരൂ ചേട്ടാ. ഞാനിവിടെ വന്ന് കയറിയപ്പോ ചേട്ടൻ എനിക്ക് തോന്നുന്നു ചുക്ക് കാപ്പി മാത്രമല്ലല്ലോ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് തിപ്പലി, കുരുമുളക്, ചുക്ക്, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ആടൽകൂടം, പനങ്കൽക്കണ്ട. നല്ല ടേസ്റ്റ്. ഇതിന് പ്രത്യേകത എന്നറിയാം, നമ്മൾ ഈ ചായ കുടിയും തേയിലവെള്ളം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുണം ഉണ്ടാവുന്നില്ല. നമുക്ക് ഉന്മേഷം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമുക്കൊരു സ്ഥിരമായിട്ട് കുടിക്കുന്നതുകൊണ്ട്
അതിനൊരു അഡിഷൻ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ, വേറെ ഗുണമൊന്നുമില്ല. 4 മണിക്കൊക്കെ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു സാധനം ഒരാഴ്ച കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്കത് വേണ്ടി വരും. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ശരീരം ആവശ്യപ്പെടും. അപ്പൊ അതിനെ ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമാക്കണ്ട, പക്ഷെ അത്യാവശ്യം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയൊക്കെ കറക്റ്റ് ആവും. ബ്ലഡിന് ഒത്തിരി നല്ലതാണ്. കുറെ ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. ചുക്ക് കാപ്പി എന്ന് പറയുന്നത് ഒഴിവാക്കുന്ന ഏറ്റവും നല്ലത്. തേയിലയും പാലും. പാലെന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പത്തിൽ കുടിക്കാനുള്ള ഒരു സാധനമാണ്. വലുതാവുന്ന സമയത്ത് നമ്മൾ പാല് കുടിക്കരുതെന്നാ പറയുന്നത്. ഞാൻ മാത്രമല്ല, ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. മനസ്സിലായി. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. ഒരു കാളവണ്ടി ഞാൻ കണ്ടു. ഈ കാളവണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ലുവണ്ടി. കാളവണ്ടിയുടെ കൂട്ട് തന്നെ ഇരിക്കും. ഇത് വില്ലുവണ്ടി. വില്ലുവണ്ടി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പറയത്തില്ലേ, ഈ പണ്ടത്തെ വലിയ പ്രമാണിമാര് സഞ്ചരിക്കാൻ, രാജാക്കന്മാരൊക്കെ പോലുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കുന്നത് 6 പേര് സഞ്ചരിക്കുന്ന വണ്ടിയാണ്. 2 സൈഡിലും 3 പേര് വെച്ച് ഫ്രണ്ടില് നമ്മുടെ 2 കാള ഉണ്ടാവും. കാള എന്ന് പറഞ്ഞാൽ കാളയുടെ കൊമ്പിൽ മണി ഉണ്ടാവും. എന്നിട്ട് ഈ മണി വെച്ച് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാർ ഓടി മാറണം. അപ്പൊ ഈ മണിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് രാജവീതി എന്ന് പറയുന്നത്. വേറെ ആർക്കും നടക്കാൻ പാടില്ലായിരുന്നു പണ്ട്. ഈ വണ്ടികളും അവർക്ക് മാത്രം നടക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ഒരു കാലഘട്ടത്തിനെ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചത്. ഇത് നമ്മുടെ പാലക്കാട് സൈഡാ, തമിഴ്നാട് പാലക്കാട് സൈഡ് ആ ബോർഡറിൽ നിന്നാണ് കൊണ്ടുവന്നത്. പക്ഷെ കൊണ്ടുവരാൻ നല്ലൊരു ചെലവ് വന്നു. പിന്നെ ഇത് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി. ഇപ്പൊ വന്നിട്ട് ഒരു 14 വർഷം 15 വർഷമായി കാണും ഇവിടെ വന്നിട്ട്. പിന്നെ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് മാത്രമേ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇത് ഭയങ്കര പാടല്ലേ, അതായത് മെയിൻ്റെനൻസ് ചെയ്ത് തടിയൊക്കെ കറക്റ്റ് വെക്കാൻ ആണെന്ന്. പിന്നെ ഇവിടെ ഇത് തടിയാണെങ്കിൽ ഇവിടെ ഇരുമ്പാ, ഈ സൈഡെല്ലാം ഇരുമ്പ കണ്ടോ. ഇത് ഓടുന്ന സൈഡാ. ഇത് ഉണ്ടാക്കാനും വലിയ പാടാ. പിന്നെ വേറൊരു സാധനം ഉണ്ട് ഇതിനകത്ത്, നമ്മുടെ വണ്ടിയുടെ കൂട്ടൊക്കെ പ്ലേറ്റ് ഉണ്ട് കണ്ടോ, സൈഡ് പ്ലേറ്റ് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സാധനം എല്ലാം ഉണ്ട്. പണ്ട് ഇപ്പൊ നമ്മൾ ബെൻസിൽ എങ്ങനെ പോന്നു അതേ ശൈലിയായിരുന്നു ഈ വണ്ടിയിൽ പോകുമ്പോ. അത് തന്നെ പഴയ കാലത്തെ ബെൻസ്. പിന്നെ ഇതെല്ലാം അങ്ങോട്ടെല്ലാം ഒരു 1600ഓളം ഔഷധ ചെടികളാ. ഇപ്പൊ ഇവിടെ നിങ്ങൾ നട്ടിച്ച സമയത്ത് വന്നാലും അത്യാവശ്യം ചൂട് കുറവാണ്. അപ്പൊ എല്ലാവരോടും നമ്മൾ പറയും മരം വെച്ചാൽ ചൂട് കുറയും എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടില്ലെങ്കിൽ ഇവിടെ കൊണ്ട് കാണിച്ചാൽ മതി. കാരണം നമുക്ക് അതിന്റെ ആ ഒരു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. AC പകരമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചെടികളെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. നമുക്ക് അകത്തോട്ട് കയറിയാലോ. ഇത് ഫുള്ള് 0 കേട്ടോ. ഇവിടെ വരുന്ന ഒരാൾക്കും ഒരു പൈസ ഇല്ല, വീഡിയോ എടുക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒരു പൈസ ആരോടും വാങ്ങിക്കത്തില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ 600ഓളം PSC ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ പത്രങ്ങളായാല് ഒരു 2500ഓളം പത്രങ്ങളുണ്ട്, പഴയ പത്രങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാർട്ടൂണുകൾ നമ്മുടെ കയ്യിലുണ്ട്. 4000ഓളം പുരാവസ്തുക്കളുണ്ട്. ഒന്നും വേണ്ടതേ, ഇവിടുന്ന് അങ്ങേയറ്റം വരെ നോക്കിയാൽ വിളക്കുകളാണ്. 280ഓളം വെറൈറ്റി വിളക്കുകളുണ്ട്. ഇനി ഇദ്ദേഹത്തിന് ബാക്കിയിരിക്കുന്ന സാധനം എന്നറിയോ? ഇതെന്തോന്ന് പറ? ഫ്രിഡ്ജാണ്. പക്ഷെ അത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാ. മണ്ണെണ്ണയില്. അപ്പൊ ഇതൊരു കാലഘട്ടത്തിൽ അതിന് മോളിൽ ഇരിക്കുന്ന സാധനം കണ്ടോ, തേപ്പൊട്ടി, അത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്നതാ. ഇതേ ഇവിടെ ഫ്രണ്ടിൽ ഒരു സാധനം ഉണ്ട്. ഇത് ഹീറ്ററാണ്, അത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പുതിയ തലമുറയോട് ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടോന്ന് ചോദിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ആളുകളൊക്കെ ചേട്ടനോട് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. കാരണം ഇതൊക്കെ കൊണ്ടിട്ട് ഇപ്പൊ എൻട്രി ഫീ ഇല്ല, ഒരു പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവർക്കും വന്ന് കാണാം, തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ ശിലാ സന്തോഷിന് ഇതുകൊണ്ട് എന്താണ് ലാഭം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഉണ്ട്. അവരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇദ്ദേഹത്തിന് തന്നാൽ എനിക്ക് എന്താ ലാഭം? ആ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷവും ഗുണവും അതാണ് നമ്മുടെ ലാഭം. ഇപ്പൊ താഴെ ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ അവരോട് പറയും, നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് എഴുതി വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നാളെ ജീവിച്ചിരുന്നെന്ന് പറയാൻ പറ്റും. എന്താന്ന് ചോദിച്ചാൽ പ്രതിഫലമില്ലാതെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഗുണത്തോടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഓർക്കുന്ന പല ആൾക്കാരെ അങ്ങനെയുള്ളവരല്ലയോ. അപ്പൊ അത് മുന്നോട്ട് പോയാൽ അറിവുകൾ പണ്ട് കൊടുക്കുന്നതിന് ഒരിക്കലും പൈസ ഗുരുക്കന്മാർ വാങ്ങിക്കത്തില്ലായിരുന്നു. ഇപ്പോഴാണ് വലിയ വലിയ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ പഠിപ്പിക്കുന്നതിന് വാങ്ങിക്കുന്നത്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടം പഴയത് തന്നെ നിൽക്കുന്ന ഒരാളായോണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ അച്ഛനായാലും അമ്മയായാലും വൈഫായാലും മക്കളായാലും പറഞ്ഞു കൊടുക്കും. ഇവിടെ ഇപ്പൊ ഒരു മാക്സിമം ഒരു 7 മണി 7:30 വരെയൊക്കെ രാത്രി ഇവിടെ ആളുണ്ട്. ശനി ഞായറും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും നമ്മൾ പേയ്മെന്റ് വാങ്ങിക്കാറില്ല. പിന്നെ വരുന്നവർക്കുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, അവരിപ്പം പ്രായമുള്ള ഒരാളാ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഓർമ്മകൾ ഭയങ്കരമായിരിക്കും. പണ്ട് കാലത്ത് ഇപ്പൊ ഇതൊന്നും എടുത്ത് കാണിച്ചത്, ഇത് അമൂലിന്റെ ഒരു ടിന്ന. അപ്പൊ ഒരു ഏകദേശം ഒരു 30-40 വയസ്സൊക്കെ ഉള്ള ഒരാള് പണ്ട് കാലത്ത് കാണുന്ന പരസ്യത്തിൽ ഏറ്റവും നമ്പർ 1 ആയിരുന്നു അമൂൽ എന്ന് പറയുന്നത്, അമൂൽ ബേബി എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതേപോലുള്ള ഓർമ്മകൾ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓരോന്നിനെയും പഠിക്കാനായിട്ട് ടൈം എടുത്ത് പഠിച്ചാൽ നമ്മൾ മറന്നു പോകത്തില്ല. ഇപ്പൊ നമ്മളൊരു പഴയ സിനിമ ഇദ്ദേഹം കാണുമെന്ന് വെച്ചു. ആ സിനിമയിലെ
സിനിമ കാണുന്ന ഇദ്ദേഹം. ആ സിനിമയിലെ കഥ ഇന്നും ഒരു 10 വർഷം കഴിഞ്ഞ് 20 വർഷം ഇദ്ദേഹം പറയും. കാരണം വിഷ്വല് നമ്മുടെ തലച്ചോറിൽ കിട്ടും. അതേപോലെ കണ്ട് മനസ്സിലാക്കിയാൽ. പക്ഷെ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഇത് കണ്ടുപോകുമ്പോൾ അതിനകത്ത് കിട്ടും. ഇപ്പൊ പഴയ കാലത്ത് ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു, അത് ഇന്നതായിരുന്നു, അതിന്റെ കൃത്യമായിട്ടുള്ള വർഷം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗുണം ഇവിടെ ഉണ്ട്. ഈ ഒരു സെഷൻ ഇവിടെ വിളക്കുകൾ ഇതൊരു 4 സെഷനാണ് കേട്ടോ. 1, 2, 3, 4. അപ്പൊ 4 സെഷനിൽ തന്നെ ഇത് മൊത്തം കാണാൻ 5 മണിക്കൂർ എടുക്കും. ഇതെല്ലാം വായിച്ച് കറക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ മാത്രമല്ല പത്രങ്ങൾ മാത്രം പഠിക്കുവാന്ന് ചിലപ്പോൾ ഒരാഴ്ച വേണ്ടി വരും. കാരണം പത്രം അത്രയുണ്ട്. ഇത് ശരിക്കും ഇപ്പോഴെനിക്ക് പറ്റത്തില്ല. ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോ 25 വർഷത്തെ കളക്ഷൻ ആയിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ വന്നത്, എത്ര നാളത്തെ കളക്ഷൻ 25 വർഷമായി കളക്ഷൻ. ഈ കളക്ഷൻ 25 വർഷമായിട്ട് തുടങ്ങിയതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാമ്പും നാണയവും തുടങ്ങിയതാ. അതിലാണ് ആദ്യത്തെ സ്റ്റേജ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അത് കഴിഞ്ഞപ്പം ഇതിങ്ങനെ കൃത്യമായിട്ട് എല്ലാം ഓർഡർ ചെയ്ത് വെച്ചപ്പം പല ആൾക്കാരും വന്ന് കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് കൊള്ളാമല്ലോ, ഇത് അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹരം കൂടിയാണ് നമ്മളിപ്പോ ഓരോ സാധനങ്ങളും പുതുതായിട്ട് വരുന്നത്. ഇപ്പൊ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇപ്പൊ രാവണവിളക്ക് വന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാം. രാവണവിളക്ക് ചേട്ടൻ ആദ്യമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഒരു സാധനം എന്താ? അത് ഒത്തിരി സാധനമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങോട്ട് വന്നാൽ പറയാം. ഇത് കണ്ടോ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈയിന്റെ കാലിന്റെ ഒരു സൈഡ് കാലും ഒരു സൈഡ് കയ്യുവാ. പണ്ട് കാലത്ത് രാജാക്കന്മാരും റാണിയൊക്കെ നാട് കാണാൻ ഇറങ്ങും, പല്ലക്കിലാണ് വരുന്നത്. അപ്പൊ ഈ കയ്യും കാലും തൊട്ട് വീഴുന്ന സമ്പ്രദായമുണ്ട്. നമ്മൾ പറ വരുമ്പോഴൊക്കെ നമ്മൾ ആൾക്കാർ ഇങ്ങനെ 2 സൈഡിൽ നിന്ന് തൊഴിയൊക്കെ ചെയ്തു. അതേപോലെ 2 സൈഡിലും ആൾക്കാർ നിൽക്കുമായിരുന്നു. അപ്പൊ ഈ കയ്യും കാലും തൊട്ട് വീഴുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ സ്വന്തം കൈയും കാലും കൊടുക്കത്തില്ല, അയിത്തം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പകരമാണ് ഈ ഒരു സൈഡ് കൈയും ഈ ഒരു സൈഡ് കാലും, ഇത് രണ്ടും തിരിച്ചു മറിച്ചും കൊടുക്കാതെ തൊട്ട് വീഴും. ഇതെനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത സ്ഥലത്തുള്ള മ്യൂസിയങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചെയ്തോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള റെയർ ആയിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. അതുപോലെ ഇത് ചേട്ടന് കളക്ട് ചെയ്ത് ഇത് മൈസൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്ക് ഇന്ത്യയിലെ പല സ്ഥലത്തും ഇത് ഉപയോഗിച്ചിരുന്നു. എനിക്ക് തോന്നുന്നൊരു 30 വർഷം മുമ്പ് വരെ ഈ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ പറഞ്ഞ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്ന് കാണുന്ന കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇപ്പോഴും ഉണ്ട് പല സ്ഥലത്ത്. എനിക്കൊന്ന് കേരളത്തിൽ വളരെ കുറഞ്ഞിട്ടായിരിക്കും, മറ്റു സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇപ്പോഴും ഉണ്ട്. ചെറിയ ഗ്രാമങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോഴിപ്പോരൊക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ നടന്നു വരുമ്പോൾ അവിടുത്തെ ഏറ്റവും മേധാവിയായിട്ടുള്ള നടന്നു വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് പോയി കണ്ടത്. അപ്പൊ ചെറിയ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പല സ്ഥലത്തുള്ള എന്തൊക്കെയാണ് കൾച്ചർ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇങ്ങനെയുള്ള സാധനത്തിൽ. അപ്പൊ അതിനകത്ത് വന്നു. പിന്നെ അതുപോലെ തന്നെ എസ്കത്തി ഞാൻ ആദ്യ സമയത്ത് വീഡിയോ ഇട്ടപ്പോഴേ പോൾ വധക്കേസ് ആയിട്ട് ബന്ധപ്പെട്ട് എസ്കത്തി ഭയങ്കര ടോപ്പ് സാധനമായിരുന്നു. അതേപോലെ കത്തികളും ഇതുമായിട്ട് തന്നെ എനിക്കൊന്ന് 250 മേളിൽ തന്നെ ഉണ്ട്. കത്തിയും വാളും മാത്രം, എല്ലാം ഓരോ പ്രത്യേകതയുണ്ട്. അത് തന്നെ. അല്ല, ഗുണ്ടായുസത്തിന് വേണ്ടിയല്ല കേട്ടോ, ആരും ചോദിച്ചാൽ തരത്തില്ല. ഇത് ഇങ്ങോട്ട് വന്നാലേ ഇതിന്റെ അങ്ങേയറ്റം തൊട്ട് ഇവിടം വരെ അളവ് പാത്രങ്ങളാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ശരിക്കും പറയുണ്ട് ചങ്ങ. ഇതാണ് തൂണി എന്ന് പറയും. ഇതാണ് കേരളത്തിന് ആദ്യത്തെ അളവ് പാത്രം. ഇതിൽ നിന്നാണ്. പക്ഷെ ഇതും ഈ ഒരു പറയാട് യാതൊരു ബന്ധവുമില്ല. ഈ ഒരു അളവേ അല്ലിത്, വേറെയാ. ഇത് ആദ്യത്തെ സാധനം. ഇത് ഇപ്പൊ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രമൊക്കെ പോയി കഴിഞ്ഞാൽ തൂണിപ്പറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തൂണിയില്ല. പക്ഷെ നമ്മൾ തൂണി എന്ന് പറഞ്ഞ വേറൊരു സാധനം, അതല്ല തൂണി. അപ്പൊ അത് തൊട്ട് ഇങ്ങോട്ട് ഇത് ചതുരപ്പറ എന്ന് പറയാം. അങ്ങനെയുള്ള അളവ് പാത്രം തന്നെ ഒരു നല്ല രീതി കുറെ ഉണ്ട്. ഏകദേശം എത്ര വർഷം പഴക്കുണ്ടാവും അതിനൊക്കെ? ഇതൊക്കെ ഒരു 100 വർഷത്തെ എന്തോ ഒരു മേളിൽ കാണും ഏകദേശം. പിന്നെ ഒരു 80 വർഷം 60 വർഷം. എനിക്ക് തോന്നുന്നൊരു ഇപ്പോഴും പാലക്കാട് സൈഡിലൊക്കെ 80 വർഷം 100 വർഷം അത്രേ ഉള്ളൂ. ഒരു 2000 വർഷങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ വേറെ വേറെ സംഭവത്തിലേക്ക് മാറും. നമുക്കിവിടെ പഴമയല്ല പ്രാധാന്യം, അറിവാണ്. ഇപ്പൊ നമുക്ക് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു, ഇങ്ങനെയൊക്കെയാന്നുള്ളതാ. അല്ലാതെ നമുക്കൊരു പഴക്കത്തിലല്ല. ഇതൊരു വിൽക്കാനുമില്ല, ഒരു സാധനം നമ്മൾ വിൽക്കത്തില്ല. കച്ചവടം ഇല്ല ഇവിടെ. ഇവിടെ കാണുക ആളുകൾക്ക് ചിലപ്പോ തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം ഇതൊക്കെ ഇനിയിപ്പോ സെയിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ, ഒരു മോഹവില. ഞാനിപ്പോ കയ്യും കാലും കാണിച്ചതിനൊക്കെ മോഹവില പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപ പറഞ്ഞു? അത് പറയണ്ട. എന്നാലും ഉണ്ട്. അതെന്താന്ന് കാര്യം, ഈ ചില ആൾക്കാർക്ക് ഇതിനോട് ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ആ ഇഷ്ടം അനുസരിച്ചാണ് മുന്നോട്ട് ഇങ്ങനെ വരുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിന്റിംഗ് സെഷൻ, ഇതെല്ലാം പ്രിന്റിംഗ് സെഷൻ. പിന്നെ നമുക്ക് പലതായിട്ടേ ഇപ്പൊ ആദ്യകാല ലോട്ടറി ഒക്കെ ഉണ്ടല്ലോ. ഇത് ആദ്യകാല ലോട്ടറി എന്ന് പറഞ്ഞാൽ 1967 ലോട്ടറി തുടങ്ങിയത്. അവ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടൂർ ഫാസി പണ്ട് ഒരു പാട്ട് പാടുന്നില്ല, 1 രൂപ നോട്ട് കൊടുത്ത 1 ലക്ഷം. അപ്പൊ 1 രൂപയുടെ ഒരു നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് 1 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ സമ്മാനം. ആ ഒരു കാലഘട്ടത്തിൽ ലോട്ടറിയാ. പിന്നെ ഇതുകൊണ്ട് 1 രൂപ നോട്ടിന്റെ അച്ചാണിത്. 1 രൂപ നോട്ട് അടിച്ച അച്ച, കമ്മട്ടോ എന്നൊക്കെ പറയത്തില്ലയോ, ആ സാധനം.
അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ നേരിട്ട് കാണാൻ പറ്റും. പിന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റാമ്പ്, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയ ഒറിജിനൽ മണിച്ചിത്രത്താഴിന്റെ ലോക്ക് എന്ന് പറഞ്ഞാൽ ഇരുമ്പാത്. അത് ഒരു എനിക്ക് തോന്നുന്നു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാ. അത് കൈവിലങ്ങ് പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കൈവിലങ്ങ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാല് അടുത്ത സ്ഥലം, ഇതിപ്പോ നമ്മൾ ഒരു സൈഡ് മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഇനി ഇങ്ങോട്ട് വന്നാല് ഇടക്കുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇത് ഓണവില്ല് എന്ന് പറയും. ഓണവില്ലിന്റെ പ്രത്യേകത, വടക്കൻ കേരളത്തിൽ പറയുന്ന ഓണവില്ല് എന്ന് പറഞ്ഞാൽ ഓണവില്ല് തമ്പുരുവാ. തെക്കൻ കേരളത്തിൽ എന്താന്ന് ചോദിച്ചാൽ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് തിരുവോണത്തിനന്ന് സമർപ്പിക്കുന്ന ഒരു സാധനമാണ് ഓണവില്ല്. അവിടുത്തെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഓണവില്ല് നിർമ്മിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കളറാ. ഈ മരത്തിന് പ്രത്യേകതയുണ്ട്, കളറിന് പ്രത്യേകതയുണ്ട്, ഇതിന്റെ രൂപങ്ങൾക്കല്ല. ഇപ്പൊ 6 വില്ലാണ് ഇത്, 2, 4, 6 വില്ല്. 6 വില്ലാണ് പ്രത്യേകത. 6നും കഥയുണ്ട്. ഇത് ദശാവതാരമായിട്ടുള്ളത്, മഹാവിഷ്ണുവായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട, അയ്യപ്പനായിട്ടുള്ളത്, ഗണപതി, കൃഷ്ണൻ, അങ്ങനെ 6 വില്ലാണ്. ഇത് മോദിജി കളക്ട് ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ കളക്ട് ചെയ്ത്, അങ്ങനെ ലോകത്തുള്ള പല ആൾക്കാരും വന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ആ കുടുംബക്കാർ തന്നെ നമുക്ക് കൊണ്ടു തന്നതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ബാക്കിലൂടെ നോക്കിക്കഴിഞ്ഞാല് ലോകത്തെ ഏറ്റവും വലിയ നോട്ട് റഷ്യയാണ്, ലോകത്തിലെ ഏറ്റവും ചെറിയ നോട്ടും റഷ്യ തന്നെയാണ്. വേൾഡിലെ ഏറ്റവും വലിയ നോട്ടാണത്, ചെറിയ നോട്ട്. ലാലേട്ടൻ ഞാൻ കൊടുത്തായിരുന്നത്. ഇത് വളരെ റെയർ ആയിട്ടൊരു നോട്ടാണ്. ഇതിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് വാട്ടർമാർക്കൊക്കെ പ്രത്യേകമായിട്ടുണ്ട്. പിന്നെ വലിപ്പത്തിലാണ് ഈ നോട്ടിന്റെ, ഇത്രയും വലിപ്പമാണ്, ഇത്രയും എല്ലാം ഉണ്ട്. അതിന് 500 എന്നാ അതിനകത്ത് വരുന്നത്, 500. പിന്നെ എനിക്ക് ഏറ്റവും വലിയ വേറൊരു പ്രത്യേകതയുണ്ട്. സീരിയൽ നമ്പർ മാത്രമല്ല, ഇതിന്റെ നമ്പർ നോക്കി 1 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെ എൻ്റെ കയ്യിലുണ്ട് സീരിയൽ നമ്പർ. അപ്പൊ ഈ അതെന്താണെന്നറിയോ, ഈ നോട്ടിലുള്ള അങ്ങനെയുള്ള പ്രത്യേകത ഒത്തിരി ഉണ്ട്. അതിന് പൈസ കൂടുതലുള്ളതാണ്. അത് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അപ്പൊ അതിന് പറഞ്ഞു ഇത് ബാംബു കോയിൻ എന്ന് പറയും. ബാംബു കോയിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ പല രാജ്യത്തും പല സ്ഥലത്തും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് തുണി നോട്ടായിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ മരത്തിന്റെ തോല്, മരത്തിന്റെ കമ്പ് കഷ്ണങ്ങൾ, ഇതുപോലെ മുളകള്, കല്ല്, ശംഖ്, ഇതെല്ലാം നമ്മൾ നാണയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലോകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏറ്റവും പ്രധാനമായിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൈനയുടെ നാണയം. ഇതിനകത്തെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, സീലുകളും വർക്കും ഒക്കെ ഉണ്ട്. ഇതൊരു നാണയമാണ്. അതുപോലെ സൂര്യഗ്രഹണം കാണാനായിട്ട് ഒരു നോട്ട് ഇറക്കിയിരുന്നു റൊമാനിയ എന്ന് പറഞ്ഞൊരു രാജ്യം. ഇതിന്റെ ഈ റെഡ് കണ്ടോ, ഇതിനകത്തൂടെ കണ്ണ് വെച്ചിങ്ങനെ നോക്കാമെങ്കിൽ ഗ്രഹണം കാണാം. അപ്പൊ നമുക്ക് കണ്ണിന് കുഴപ്പം വരില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് ഇവിടെ ചാണാൻ വെള്ളം കലക്കി വെച്ചു. അതെ. പക്ഷെ ശരിക്കുവേ ഞാൻ പറയുന്നത്, ഇതേപോലുള്ള കുട്ടികളിൽ നല്ലതായിട്ട് മുന്നോട്ട് കറക്റ്റ് ചെയ്താലുണ്ടല്ലോ നമ്മളിപ്പോ ടോപ്പിലെത്താൻ പറ്റും. പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, പല രീതിയിൽ ശ്രമിക്കുന്നുമില്ല. ഇത് ആയില്യം, തിരുനാൾ, മാർത്താണ്ഡ, തമിഴ് പണം, ഇങ്ങനെ തിരുവിതാംകൂറിന്റെ നാണയങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട്, രാമേട്ടൻ. ചെറുവയൽ രാമൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മുടെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന ആള്. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നെല്ലുകൾ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ചെറുവയൽ. ഇപ്പൊ പത്മശ്രീയെ കിട്ടി അദ്ദേഹത്തിന് ഒരു വാക്കുണ്ടായിരുന്നു, പത്മശ്രീ കൊണ്ട് അരി വേവത്തിൽ എന്നും പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ നല്ലതായിട്ട് അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ആക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിന് ശമ്പളം ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹം എനിക്ക് ആദ്യം 50-ലധികം നെൽവിത്തുകൾ തന്നു. പഴയത് കല്ലടിയാരൻ, അടുക്കൻ, ചെന്നൽത്തൊണ്ടി, മരത്തൊണ്ടി, പാൽത്തൊണ്ടി, ജീരകശാല, ഗന്ധകശാല, തവളക്കണ്ണൻ, ഇതൊക്കെ നമ്മുടെ നാടൻ നെൽവിത്തിന്റെ പേരാ. ഇതേപോലെ 140 നെൽവിത്തുകൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ശിലാമ്യൂസിലുണ്ട്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് 1 കിലോ തരുവാ. അടുത്ത വിളവ് കഴിഞ്ഞ് 2 കിലോ എനിക്ക് തിരിച്ചു തരണം. അപ്പൊ ഞാൻ കുറയത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു 480 പേർക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയ്ക്ക് ഞാൻ ബ്ലാക്ക് റൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടന് മറ്റേ ബ്ലാക്ക് റൈസ് ആണ്, അത് നമ്മുടെ ഒരു സുഹൃത്താണ് കളക്ട് ചെയ്ത്. അതുപോലെ ലാലേട്ടന് സ്ഥിരമായിട്ട് ഞാൻ രക്തശാലി അരി കൊടുക്കുന്നുണ്ട്. രക്തശാലി അരി എന്ന് പറഞ്ഞാൽ അരികളുടെ രാജാവാണ്. എന്ന് പറഞ്ഞാൽ രാജകുടുംബം അല്ലാതെ വേറെ ആർക്കും കഴിക്കാൻ പാടില്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അരിക്ക് അത്ര ഗുണം കൂടുതലാണ്. അതിന് ബ്ലഡിനെ കറക്റ്റ് ആക്കുമ്പോഴും സൗന്ദര്യമൊക്കെ കൂടും കേട്ടോ. അങ്ങനെയുള്ളൊരു സാധനമാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകതയുണ്ട്. അപ്പൊ അടുത്തടുത്ത് പിന്നെ എനിക്ക് തമ്പ് കിട്ടിട്ടോ, മോഹൻലാലിന് അരി കൊടുക്കുന്നു. ഇനിയിപ്പോ ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ഇതെന്തൊരു വലയാ അല്ലയോ. പക്ഷെ പഴയ കാലത്തെ റേഡിയോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. റേഡിയോ ലൈസൻസ് ഞാൻ കാണിക്കാം, നമ്മുടെ കയ്യിലുണ്ട്. ഇത് റേഡിയോയ്ക്ക് വേണ്ടി മുകളിൽ നമ്മുടെ സിഗ്നൽ കിട്ടാൻ വേണ്ടി വെക്കുന്ന സാധനമാണ്. ഇതിൽ നിന്ന് വയറ് താഴോട്ട് ഒരു കമ്പി താഴോട്ട് എടുക്കും, എന്നിട്ട് റേഡിയോയിൽ കറക്റ്റ് ആക്കും. അപ്പൊ ഇതൊക്കെ പുതിയ ആൾക്കാർക്ക് കാണുന്ന ഒരു സാധനമല്ലയോ. അപ്പൊ അങ്ങനെ ഇനി വേറൊരു സാധനം ഞാൻ കാണിക്കട്ടെ. നമ്മുടെ ഈ ഡയമണ്ട്, ഇന്ദ്രനീലം, പുഷ്യരാഗ് ഇങ്ങനെയുള്ള കല്ലുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് പറയാമോ? ഒരുമാതിരിപ്പെട്ടവർക്ക് പെട്ടെന്ന് അറിയത്തില്ല. കല്ലുകളെല്ലാം ഉണ്ടാവുന്നത് മരം മണ്ണിനടി കിടന്ന ഫോസിലാവുന്നത്. ഈ ഫോസിൽ സ്റ്റേജിന്റെ ആദ്യ സ്റ്റേജ് മരമായിരുന്നു. ഇത് പിന്നെ കുറച്ചായിട്ട് ഒരു 85% ഇതാണെങ്കിൽ 15% ദിനോസറിന്റെ ഫോസിലുകൾ, അതുപോലെ നമ്മുടെ കടൽ ജീവികൾ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത്
കോടിക്കണക്കിന് വർഷം കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലുള്ള കുറെ സാധനങ്ങളാണ് ഇത് കണ്ടോ, ഇത് മരതകത്തിന്റെ സ്റ്റേജ് വന്നതാണ്. ഇനി ഇത് ലാവയാണ്. ഇത് നമ്മുടെ സാളഗ്രാമാണ്. സാളഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു ഫോസിലാണ്. ഇങ്ങനെയുള്ള 100 കണക്കിന് സാധനം ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അപ്പൊ കുട്ടികൾക്ക് കാണുന്നതിന്റെ മാത്രമല്ല ഇത് എങ്ങനെ ഉണ്ടായി പഠിക്കാൻ പറ്റും, ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് റേഡിയോയുടെ ലൈസൻസ്. അപ്പൊ ഇതെല്ലാം പ്രാധാന്യത്തോടെ പഠിക്കാം. പിന്നെ മുമ്പ് ഇദ്ദേഹം പറഞ്ഞില്ലയോ, ഇത് എറർ കോയിനുകളാ. എറർ കോയിൻ എല്ലാം ഒരു അടി കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ചിലതിന് 1000 രൂപ കിട്ടും, 500 രൂപ കിട്ടും, ചിലപ്പോൾ ഒരു ചെറിയ നാണയമായിരിക്കും, അതിൽ കൂടുതൽ കിട്ടും. പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മൾ വാങ്ങിക്കുന്നത് ഇങ്ങനെ. അപ്പൊ അതുമായിട്ട് ഇനിയിപ്പോ വേറൊരു സാധനം ഞാൻ കാണിക്കട്ടെ. ഇത് അതുപോലെ എറർ നോട്ടാ. 1000-ന്റെ ഉണ്ട്, ഇതൊക്കെ നിർത്തിയതാ. 1000-ന്റെ, 500-ന്റെ, 100-ന്റെ ഇതെല്ലാം എറർ നോട്ടുകളാ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിന്റിംഗ് മെഷീനിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന തടിയുടെ അക്ഷരങ്ങൾ. ഇതെല്ലാം ഇത് വേറൊരു കാര്യം, ഇത് ഉണ്ടാക്കുന്ന ആളുടെയും ചിന്തിക്കണം. ഇത് ഓപ്പോസിറ്റാ കൊത്തേണ്ടത്. അപ്പൊ നമ്മുടെ ഒരു അക്ഷരം എന്നൊരു അക്ഷരം ഓപ്പോസിറ്റ് കൊത്തണം, എങ്കിലേ നമുക്ക് പ്രിന്റ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അപ്പൊ അതേ രീതി ഇത് ഇങ്ങനെ മാത്രമല്ല, ഇതിന്റെ അക്ഷരത്തിന്റെ വലിപ്പം അനുസരിച്ച് പലതായിട്ട് നമ്മൾ ചെയ്യും, എന്ന് പറഞ്ഞാൽ ചെറുത് വലുതൊക്കെ. അപ്പം ഇനി വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ അക്ഷരം പറക്കി വെക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. ഒരു പ്രിന്റിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ അക്ഷരങ്ങളും പറക്കി വെച്ചിട്ട് നമുക്ക് ആ പെട്ടിന്ന് എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഒരു പത്രത്തിൽ അടിക്കണമെങ്കിൽ എത്ര സമയത്തെ പണിയെന്ന് ആലോചിച്ചു. ഇന്ന് നമ്മൾ വോയിസിൽ പറഞ്ഞാല് അക്ഷരങ്ങൾ വരുവാ ഈ കാലഘട്ടം. അപ്പൊ അന്നത്തെ ആലോചിച്ചു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതെ. അപ്പൊ അതുപോലെ തന്നെ വേറൊരു സാധനം കാണിക്കാം. 10 ലക്ഷം രൂപയുടെ ഒരു നാണയമാണ്. തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ, പക്ഷെ മൂല്യം കുറവാണ് കേട്ടോ. 10 ലക്ഷം എന്നൊരു പേരൊക്കെ ഉണ്ട്, പേര് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ഇത് സൊമാലിയ നാണയമാണ്. അതിനൊക്കെ ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇത് ഇതൊക്കെ അങ്ങനെ അവര് ഒരു ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിന് വേണ്ടി സൊമാലിയയില് ദാരിദ്ര്യത്തിന്റെ ഇതിനു വേണ്ടി ഇറക്കുന്ന ഒരു നാണയം. അങ്ങനെ പല മോഡൽ ഇറക്കും, നല്ല പൈസ ഇതിന്. പക്ഷെ ഇത് ഇറക്കിയ ഒരു സാധനം ഒരു 2 വർഷം കഴിഞ്ഞാൽ വില കൂടുതലായിരിക്കും, അങ്ങനെയുള്ള സാധനം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് പഴയ കാലത്തെ ആയുധങ്ങളാണ്. ആയുധങ്ങൾ കുറെ വെറൈറ്റി ഉള്ളത്. പഴയ ആയുധങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടൻ കളക്ട് ചെയ്യുന്നത്? നമുക്ക് ട്രൈബൽസ്, ഇപ്പം രാമേട്ട എനിക്ക് കുറെ പഴയ ആയുധം, ട്രൈബൽസ് ഒക്കെ ഉപയോഗിച്ച ആയുധങ്ങൾ, പിന്നെ അല്ലാതെ ഈ കൊട്ടാരങ്ങളിലൊക്കെ ഉപയോഗിച്ച ആയുധങ്ങൾ പലതും നമ്മുടെ ഈ വീട് പൊളിക്കുമ്പോഴൊക്കെ ആൾക്കാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. കായംകുളമാളൊക്കെ ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ആയുധത്തിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. ഇനിയേ പണ്ട് കാലത്ത് നമ്മൾ പറയും സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം 10 പുത്തൻ ഉണ്ടാക്കണമെന്ന്. ഈ പുത്തൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായത് പുത്തൻ എന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ പേരാ. എന്ന് പറഞ്ഞാൽ പണ്ടൊരു മൂല്യമുള്ള സാധനമാണ്. ഇതാണ് പുത്തൻ. കൊച്ചിൻ പുത്തൻ എന്ന് പറയും. കൊച്ചിൻ പുത്തനാണിത്. 1 പുത്തനുണ്ട്, 4 പുത്തനുണ്ട്, 8 പുത്തനുണ്ട്, അങ്ങനെയുള്ള പുത്തൻ. ആ ഒരു വാക്കിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടായത്. ഇത് പറയത്തില്ലേ സർക്കാർ ജോലി കിട്ടിയിട്ടാണ് 10 പുത്തൻ എന്നൊക്കെ. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ നോട്ടുകളാ. ഇതെല്ലാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ നോട്ടുകളാ. ഇത് ഇസഡ് കാറ്റഗറി നോട്ട് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അടിക്കുന്ന നോട്ടുകൾ അറബി രാജ്യങ്ങളിൽ ഒരു 7 രാജ്യത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു നോട്ടാണ്. ഇതിന്റെ പല വെറൈറ്റി 1, 2, 5, 100 അങ്ങനെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് താളിയോല ഗ്രന്ഥങ്ങളാണ്. ഗ്രന്ഥങ്ങൾ ഒരു 125ഓളം കെട്ട് ഗ്രന്ഥം നമ്മുടെ ഉണ്ട്, പഴയതായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളായിട്ട് മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, പഴയത്തെ ഗണിതശാസ്ത്രമുണ്ട്, അങ്ങനെയുള്ള എല്ലാം നമ്മുടെ കുറെ ഉണ്ട്. ഇത് ഗ്രന്ഥങ്ങളൊക്കെ പണ്ട് കാലത്ത് വെക്കുന്ന ഒരു ഇതാണ്. ഇതൊരു പ്രമാണമാണ്. ഇതിനകത്ത് സീലൊക്കെ ഉണ്ട്, പ്രമാണം. ഇനി വേറൊരു കാര്യം ഞാൻ കാണിക്കാം. ഇത് കുബേര ശംഖ്, ടാർബോ ശംഖ് എന്നൊക്കെ പറയും. ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ശംഖ്. അപ്പൊ ഇത് രണ്ടുമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെങ്കടാചലപതി ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ഈ ശംഖുണ്ടാകും. അപ്പൊ ഇത് വളരെ കുറച്ചായിട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതാണ് വിളംബരം. നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നോട്ടീസാണ്. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ പറയും ക്ഷേത്രപ്രവേശനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് അമ്പലത്തിൽ കയറാമെന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഏത് ക്ഷേത്രത്തിൽ നമ്മൾ കയറാൻ ചെല്ലുന്നു അവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ 50 പേരുള്ള ക്ഷേത്രമാണ്, 26 പേര് പറഞ്ഞെങ്കിലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ അതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ടുണ്ട്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം, 38 ഈ നോട്ടീസ് ഇറങ്ങിയത്. ഈ ഐറ്റമേ ബാഹുബലിയില് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിൽ ഇത് എടുത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇത് ഇങ്ങനെ എറിയുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ വലിഞ്ഞു പോകുന്ന പറയുന്നത്. പക്ഷെ ഇത് തുരുമ്പായി ഇതായി പോയതാ, പറ്റത്തില്ല. പക്ഷെ ഇത് ഭയങ്കര വർക്കാ കേട്ടോ. ഇത് വെൽഡിങ് അല്ല, ചുട്ടുപറ്റിയെന്ന് പറഞ്ഞു. ഇരുമ്പും കൂടെ ചേരുന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചുട്ടുപറ്റിയെന്ന് പറഞ്ഞ സാധനമാണ്. അങ്ങനെയാണ് ഈ ആയുധം ചെയ്തേക്കുന്നത്. പിടിക്കാനുള്ള പിടിക്കാനുള്ള എന്നിട്ട് അടിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് നമ്മള് ഒറ്റയടി കിട്ടിയാൽ മതി. എല്ലിൽ വന്ന് കൊണ്ടാലും നമ്മുടെ ശരീരത്തിന്റെ എല്ലിന്റെ എവിടെങ്കിലും ഭാഗത്ത് മുറിവുണ്ടായ കരിയത്തില്ല, നമ്മൾ തിരിച്ച് ആക്രമിക്കത്തില്ല അന്നേരം. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇത് മാരകായുധം എന്നൊക്കെ പറയും. ഇത് അതുപോലെ ഏറ്റവും മൂർച്ചയുള്ള കത്തി കേട്ടോ, നല്ല മൂർച്ചയായത് കത്തി. അതുപോലെ തന്നെ
ചെഗുവര സൈൻ ചെയ്ത നോട്ട്. ക്യൂബയിലെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ചെഗുവര 2 മാസത്തോളം ഇരുന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം സൈൻ ചെയ്ത നോട്ടാണ് ഇത്. വില്ലുവണ്ടി ലൈസൻസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ ലോകത്തിലെ ആദ്യത്തെ മാസ്കിന്റെ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞപ്പം അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടൊരു വളരെ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. ഓസ്ട്രേലിയ പുറത്തിറക്കിയത് ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ സിം ഇടാവുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോൺ. ഇത് സൈക്കിൾ ലൈസൻസിന്റെ മറ്റേ സൈക്കിളെ തന്നെ പതിപ്പിക്കുന്നതാണ്. പിന്നെ ഇത് ഹരിജൻ പത്രം, ഗാന്ധിജി ഇറക്കിയ ഹരിജൻ പത്രം. ഇന്ത്യയുടെ 1000 രൂപ നാണയം കണ്ടോ. പിന്നെ വേറൊരു സാധനം ഞാൻ കാണിക്കട്ടെ. ഇവിടെ ഒരു പത്രവാർത്തയും കൂടെ ഞാൻ കാണിക്കാം. ഈ ഒരു പത്രവാർത്തയാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടോ, കായംകുളം കൊച്ചുണ്ണി തോറ്റുപോയി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പിലാണ്. ഇത് പറങ്കിപ്പൂട്ടെന്ന് പറയും. തുറക്കാൻ പറ്റില്ല. അത് പത്രത്തിൽ വന്ന വാർത്തയാണ്. അപ്പൊ ഇതൊരു വലിയ സാധനം തന്നെ ആയിരുന്നു. നാഴിപ്പൂട്ടെന്നും അതുപോലെ വള്ളപ്പൂട്ടെന്നും ഒക്കെ പറയും. ഇനി ഇതൊരു വലിയ പൂട്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ വള്ളം പൂട്ടാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാധനമാണ് ഈ ഒരു ഇതിന്റെ സിസ്റ്റം ഒക്കെ എങ്ങനെ. ഇത് താക്കോല 3 വശം ഇങ്ങനെ തിരിക്കും. ഒറ്റ വട്ടം ഇട്ടിട്ട് ഒന്ന് തിരിക്കും, പിന്നെ ഒന്നും ഇടും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം, എങ്കിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇത് ചെറുതാണ്, വലുതാണ് അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് പണ്ട് കാലത്ത് കല്ലുകൊണ്ടുണ്ടാക്കിയ പന്തവിളക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ. ഇതിപ്പോ ഇങ്ങനെ നമ്മുടെ ഭിത്തിയിലോട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ തുണി ചുറ്റിയിട്ട് എണ്ണ കത്തിക്കും. അപ്പൊ ഇതിനകത്ത് എണ്ണ ഉണ്ടായതുകൊണ്ട് ഇത് കത്തി നിൽക്കും. ഈ എണ്ണ വലിച്ചിടിക്കുകയും ചെയ്യും. അപ്പൊ ഒത്തിരി സമയം കത്തി നിൽക്കുമായിരുന്നു. അപ്പൊ ഇത് താഴോട്ട് ഇരുമ്പ്, ഇത് കല്ലുവാ. അപ്പൊ ഇത് ചൂടാവത്തുമില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു വിളക്കാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഇവിടെ എല്ലാം ലോട്ടറിയുടെ പല വെറൈറ്റി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഏറ്റവും റയർ ആയിട്ടുള്ളതാണ്. ലോകത്തിലെ ആദ്യത്തെ കൈകൊണ്ട് വരച്ച ടിബറ്റിന്റെയാണ് ഇത്. പക്ഷെ കൈകൊണ്ട് വരച്ചാണ്, വളരെ റയറാണ്. ഇതൊരു ചെരവയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ തിരുമിയിട്ടാൽ ഇതിനകത്ത് വീഴും. എന്നിട്ട് ഇതിനകത്തുനിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പെണ്ണുങ്ങളോട് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കത്തില്ല, കാരണം ഇരിക്കാൻ പാടാ. ഇപ്പം അതിനുവേണ്ടി മേശയിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ പല്ലാങ്കുഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ ഏറ്റവും വലിയ ഗെയിമാണ്. മഞ്ചാടി വെച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇപ്പൊ നമ്മൾ മൊബൈലിൽ ഇഷ്ടം പോലെ ഗെയിം കളിക്കാറുണ്ട്. പക്ഷെ ഇത് മഞ്ചാടി വെച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇനി മുകളിലോട്ട് പോയ ഇത് വിളക്കിന്റെ ഒരു വെറൈറ്റിയാ, തൂക്കുവിളക്ക് എന്നൊക്കെ പറയും. ഇത് ഒരു വിളക്ക് തന്നെ. ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ തിരിയിട്ട് കത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള വിളക്കാം. ഇത് അതുപോലെ ആഭരണപ്പെട്ടിയാണല്ലോ, ചൂരൽ കൊണ്ട് നിർമ്മിച്ച ആഭരണപ്പെട്ടി. ഇനി ഇവിടെ ഗ്രന്ഥകെട്ടുകളാ. ആ വെറ്റിലെ താമ്പാളം ഇത്. ഇതിനകത്താണ് വെറ്റില വെക്കുന്നത്. ആണ് ഇതെല്ലാം ഗ്രന്ഥങ്ങൾ തന്നെ വരുന്നതാണ്. പല ടൈപ്പ് ആയുധങ്ങളാണ്. ഇനി ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ടിബറ്റിന്റെയാ, അറിയാമല്ലോ. സൗണ്ട് കേൾക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുന്തോറും നാദം ഇങ്ങനെ നിൽക്കും ഒത്തിരി സമയം. ആണ് ഇത് പണ്ട് കാലത്ത് നമുക്ക് ഉമുക്കിരി, നമുക്ക് പല്ല് തേക്കാൻ വേണ്ടി ഉമുക്കിരി ഇട്ട് വെക്കുന്ന സാധനമാണ്. ഇതെല്ലാം അളവ് പാത്രങ്ങളാണ്. ഇതെല്ലാം ഇങ്ങോട്ട് വന്നാൽ അളവ് പാത്രങ്ങൾ. ഇതെല്ലാം പഴയ ടൈപ്പ് പാത്രങ്ങളാ. ഇനി ഇവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് കണ്ണാടിയായിരുന്നു. ഇവിടെയും കണ്ണാടി ഉണ്ടായത്, പൊട്ടിപ്പോയതാ രണ്ടിടത്ത്. ഇത് ഇവിടെ കണ്ണാടി കൊടുത്തെങ്കിൽ എന്താ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്കൊന്ന് മേളിൽ നിന്ന് 2 സൈഡ് ഈ താടി സൈഡ് കാണാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഒരുങ്ങാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പിന്നെ പണ്ട് കാലത്ത് എണ്ണ സൂക്ഷിക്കാൻ ചെറുതായത്. ഇതിന്റെ വലുതൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെ ഇത് അപ്പോത്തിക്കിരി മെഡിസിൻ ബോക്സ് എന്ന് പറയും. പണ്ട് കാലത്ത് മെഡിസിനായിട്ട് ഡോക്ടർമാർ പറയുന്ന പേരാണ് അപ്പോത്തിക്കിരി എന്ന്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ മെഡിസിൻ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സാധനമായത് അപ്പോത്തിക്കിരി എന്ന് പറയും. പിന്നെ ഇത് ലോകത്തിലെ ആദ്യത്തെ നോട്ടിൽപ്പെട്ടതാണ്. 1791 ഇറങ്ങിയ ഒരു നോട്ടായത്. ഇതെന്ന് പറഞ്ഞാൽ അന്ന് പണ്ട് കാലത്ത് വാട്ടർ മാർക്കിനായിരുന്നു പ്രത്യേകത. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, അന്ന് കളർ ഇല്ലായിരുന്നു. ആ ഒരു ടൈപ്പ് നോട്ടാണ്.